പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ഇന്ത്യ നൽകുന്ന അവസാന പ്രഹരം. വെടിയുണ്ടകളല്ല, ഇത്തവണ ഇന്ത്യ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതെ, പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിന്ധു നദിയുടെ നിയന്ത്രണം ഇനി ഇന്ത്യയുടെ കൈകളിൽ മാത്രം. പതിറ്റാണ്ടുകളായി നമ്മൾ പാലിച്ചു വന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ച് കഴിഞ്ഞതാണ്. വെറുമൊരു കരാർ റദ്ദാക്കൽ മാത്രമല്ല ഇത്, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ വാട്ടർ സ്ട്രൈക്കാണ്. ഭാരതത്തിന്റെ ഈ വജ്രായുധം പാകിസ്ഥാൻ എങ്ങനെയൊക്കെ തകർക്കും? എന്താണ് സാവൽകോട്ട് പദ്ധതി? നോക്കാം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹനത്തിന്റെ പരിധി ലംഘിക്കുന്നതായിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് രാജ്യം തെളിയിച്ചിരിക്കുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ഇനി ഒരു തുള്ളി വെള്ളം പോലും വെറുതെ നൽകില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് 1960 ഒപ്പിട്ട സിന്ധു നദീജല കരാറിൽ നിന്നും ഏകപക്ഷീയമായി ഇന്ത്യ പിന്മാറിയത്. സിന്ധുവിന്റെ പ്രധാന പോഷക നദിയായ ചെനാബിൽ ഇന്ത്യ ആരംഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് സാവൽകോട്ട്. ജമ്മു കശ്മീരിലെ ഉധംപൂർ, റംബാൻ ജില്ലകളിലായി 5129 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ഭീമൻ ജലവൈദ്യുത പദ്ധതിയിലൂടെ 1856 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ കണ്ണുരുട്ടലുകൾക്ക് പുല്ലുവില നൽകിക്കൊണ്ട് ഇന്ത്യ സ്വന്തം മണ്ണിലെ ജലവിഭവങ്ങളിൽ പൂർണ്ണ അധികാരം സ്ഥാപിക്കുന്നു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ഇതിനോടകം തന്നെ ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു. ഈ നീക്കം വെറും ഒരു വൈദ്യുതി പദ്ധതിയല്ല, പാകിസ്ഥാന്റെ കൃഷിയുടെ 90% സിന്ധു നദീതടത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ 10-9 പേരും കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്നൊഴുകുന്ന ഈ വെള്ളമാണ്. തർബേല, മംഗ്ല തുടങ്ങിയ പാക് ഡാമുകളിൽ ജലനിരപ്പ് നിലവിൽ തന്നെ താഴ്ന്നിരിക്കുകയാണ്. ഇന്ത്യ ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതായത് പാകിസ്ഥാന്റെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങാനും ആ രാജ്യം കടുത്ത ദാഹത്തിലേക്ക് നീങ്ങാനും ഈ ഒരൊറ്റ നീക്കം മതി. സാവൽകോട്ട് കൂടാതെ മറ്റ് 4 വമ്പൻ പദ്ധതികൾ കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്കൽ ദുൽ പദ്ധതി 2026 ഡിസംബറോടെ ഈ കമ്മീഷൻ ചെയ്യും. 167 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ്. പിന്നെ കിരു, ക്വാർ, റാറ്റിൽ പദ്ധതികൾ 2028ഓടെ ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ ചെനാബ് നദിയുടെ സിംഹഭാഗവും ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകും. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ കരുത്ത് ഹേഗിലെ ആർബിട്രൽ കോടതിയുടെ ഇടപെടലുകളെ ഇന്ത്യ തള്ളിക്കളഞ്ഞ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിഭവ വിനിയോഗത്തിലും വിദേശ ശക്തികൾക്ക് സ്ഥാനമില്ലെന്ന് രാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ എത്രയൊക്കെ കരഞ്ഞു നിലവിളിച്ചാലും ഭീകരവാദം നിർത്താതെ ഇനി ചർച്ചയ്ക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് ഭാരതം. ഇന്ത്യയുടെ ഈ ജലപ്രഹരം പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയും ആഭ്യന്തര സുരക്ഷയും തകർക്കുമെന്നതിൽ തർക്കമേ ഇല്ല. അതിർത്തിയിൽ ഭീകരരെ അയച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണിത്.